ഇത്രയും കട്ടിയാണ് ഇതിൻ്റെ വരുന്നത്. ഇതാ കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ കട്ടി മധുരം ഇതിൽ നിറയുകയുണ്ട്. പക്ഷെ ഇതെല്ലാം ഈ മധുരമുള്ളത് ഇത് വലിച്ചെടുത്തു. അതാണ് ഇതിൻ്റെ പ്രത്യേകത ഞങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. നമ്മുടെ റംബൂട്ടാൻ്റെ തൊലിയിലെ വിറ്റാമിൻ പഴത്തിലേക്ക് ഇറങ്ങി വരേണ്ട വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. റംബൂട്ടാൻ നമ്മൾക്ക് എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് വരുന്നത്. അതായത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. ഈ റംബൂട്ടാൻ പറയുമ്പോൾ അതിൽ ഒരുപാട് പോഷകങ്ങളൊക്കെ നമുക്ക് അടങ്ങിയതാണ്. വളരെ ചെറിയ കുട്ടികൾക്കടക്കം കഴിക്കാൻ പറ്റിയതാണ് നമ്മുടെ റംബൂട്ടാൻ. അപ്പോൾ അത് നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ചിലത് മധുരം ഉണ്ടാകും, ചിലത് മധുരം ഉണ്ടാവില്ല. അതിന് എല്ലാം കൂടെ നമ്മൾക്ക് നല്ല മധുരമായി കഴിക്കണമെങ്കിലാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് നമ്മളിപ്പോൾ റംബൂട്ടാൻ വാങ്ങിക്കൊണ്ട് വന്നതും വേഗം എടുത്ത് കഴിക്കാൻ പറ്റില്ല. കഴിക്കുന്നവരുണ്ടാവുമായിരിക്കാം. ഫസ്റ്റ് റംബൂട്ടാൻ വാങ്ങിക്കൊണ്ട് വന്ന ഉടൻ തന്നെ നമ്മൾ എന്ത് കട്ടണം? വൃത്തിയായിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വേറെ ഇതൊന്നും കടന്നിട്ടല്ല ഞാൻ പറയണത്. അങ്ങനെ മണ്ണും ചിലപ്പോൾ വലിക്കുമ്പോഴൊക്കെ മണ്ണ് പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് വൃത്തിയായി കഴുകണം പറഞ്ഞത്. കഴുകി കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മൾ എന്ത് കെട്ടണം? നല്ല ഷീറ്റ് ഇതുപോലെ നമ്മൾ പേപ്പർ എടുത്തിട്ട് നല്ല പോലെ ഇതിനെ ഒന്ന് ഉണങ്ങാൻ വെക്കണം. അതായത് വെയിലത്ത് ഉണങ്ങാൻ വെക്കണം എന്നല്ല പറയണേ, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നല്ല പോലെ ഒന്ന് ഇതിപ്പോൾ ഞാൻ വൃത്തിയായി കഴുകിയതാണ്. ഇതിലൊരു 3-4 കിലോ ഉണ്ട്. വൃത്തിയായി കഴുകിയിട്ട് ഞാൻ ഉണങ്ങാൻ വെച്ചാണ്. ഇതിങ്ങനെ നമ്മൾ കൊട്ടി നല്ല പോലെ ഒന്ന് പരത്തി ഉണങ്ങാൻ വെക്കുക. ഇതിൽ വെള്ളമുണ്ട്, ഞാൻ കഴുകിയിട്ട് നന്നായി വെടിച്ചിട്ടില്ല. നോക്കിക്കോളൂ, ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇതങ്ങനെ ഉണങ്ങാൻ വെച്ചിരിക്കണം. ഒന്നൊന്നും മുട്ടാതെ ഇങ്ങനെ വെച്ചാൽ മതി. അതായത് ഫാൻ ഇട്ടിട്ടോ അല്ലെങ്കിൽ വീട്ടിലോ വെയിലത്ത് വയ്ക്കാൻ പാടില്ല ഒരിക്കലും. ഇങ്ങനെ നല്ല പോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഉണങ്ങാൻ വെക്കുക. അതായത് വീട്ടിൻ്റെ ഉള്ളിൽ ഫാൻ ഇടണമെന്നൊന്നും നിർബന്ധമില്ല. അതായത് നമ്മുടെ ഭിത്തിയിലിങ്ങനെ പരത്തി വെച്ചാൽ മതി. ഇതുപോലെ ഓരോ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ പരത്തി ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ വേഗം വെടിക്കും. വെടിച്ചതിന് ശേഷം ഒന്നിലും മുട്ടാതെ ഇതെങ്ങനെ നല്ല പോലെ ഒന്ന് പരത്തി വെക്കണം. പരത്തി വെച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? 2 ദിവസം, അതായത് ഇതിൽ നിറയെ വെള്ളം ഉണ്ടാവും. അപ്പോൾ 2 ദിവസം ഇതുപോലെ നല്ല കട്ടിയുള്ള ഷീറ്റ് എടുക്കുക. ഇനി ഒരു 3-4 ഷീറ്റും കൂടി വിരിച്ചിട്ട് ഈ വെള്ളം മുഴുവന് പോയി 2 ദിവസം വരയ്ക്കും ഇത് നല്ല പോലെ ഇങ്ങനെ ഉണങ്ങിയിരിക്കണം. അപ്പം അങ്ങനെ ഇത് 2 ദിവസം ഉണങ്ങിയതാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കേണ്ട, അത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നല്ലൊരു പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് നോക്കിക്കോളൂ. കട്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെ നല്ല പോലെ കട്ട് ചെയ്യണം. ചുറ്റും കട്ട് ചെയ്ത് ഇതിലേക്ക് തൊലി നല്ല ഒരു പെട്ട് കഴിഞ്ഞത് നോക്കിക്കോളൂ. ഇങ്ങനെ ഇരിക്കും. ഈ തൊലിയിലാണ് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകത കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ നിറയെ പോഷകങ്ങളുണ്ട്. ഇതിൽ നന്നായി നോക്കിക്കോളൂ. ഇത്രയും കട്ട് ചെയ്യണം. അതായത് ഇതിലേക്ക് ഈ പോഷകത്തിലേക്ക് ഇതിൽ പിടിക്കണമെങ്കിലോ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ പുതിയതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതാരും അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഞാനത് വളരെ ശ്രദ്ധിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോഷകങ്ങളും കൂടെ ഇതിലേക്ക് വരണമെങ്കിൽ എങ്ങനെയായിരിക്കും കൂടെ കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ പ്രത്യേകം ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ നേന്ത്രപ്പഴം വാങ്ങിക്കണോ? നേന്ത്രപ്പഴം വാങ്ങിക്കുന്ന സമയത്ത് എന്തായിരിക്കും? ആ നേന്ത്രപ്പഴത്തിൻ്റെ ഒരു മഞ്ഞ കളറായതും വാങ്ങിച്ചതും വേഗം തൊലിച്ചങ്ങോട്ട് കഴിക്കും. അതല്ല നമുക്ക് ടേസ്റ്റ്. ശരിക്കും ആ കൊലയിലിരുന്ന് പഴുത്ത് നല്ല പോലെ കറുപ്പാകട്ടെ, എന്നിട്ട് നിങ്ങൾ തൊലിച്ച് കഴിച്ചു നോക്കൂ. മധുരവും ഭയങ്കര ടേസ്റ്റി ആയിട്ട് നല്ല മധുരവും ഉണ്ടാവും. ആ തൊലിയിലുള്ള പോഷകങ്ങളൊക്കെ അതിലേക്ക് വന്നിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാൻ. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ടാണ്? കറുത്ത പഴം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിലാണ് ഏറ്റവും വളരെ ടേസ്റ്റ്. അതേപോലെ തന്നെ ഇതും ഇത് നല്ല പോലെ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ മേടിച്ചിട്ട് 2 ദിവസമായി കഴുകി നല്ല പോലെ ഉണക്കി വെച്ചതാണ്. ഉണക്കുക പറഞ്ഞാൽ അതിൻ്റെ വെള്ളം വെടിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 1/2 കിലോനാണ് വാങ്ങിക്കുന്നത്, 1 കിലോനാണ് വാങ്ങിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക. നമുക്ക് ഇതെല്ലാം വേറെ പ്ലേറ്റുകളാണെങ്കിലും എടുക്കുക. എടുത്തതിന് ശേഷം ഇതിനെ നമ്മളതിലേക്ക് വാരിയിടണം. കുറച്ചിങ്ങനെ വാരിയിട്ടതിന് ശേഷം ഒന്നൊന്നും മുട്ടാതെ ഇങ്ങനെ വെക്കുക. ഇപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ എത്രയുണ്ട്? 1/2 കിലോനുണ്ടാവും. ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് നമുക്കിത് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ എനിക്ക് ഡ്രൈ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെക്കാൻ പോണത്. ഇതിലെങ്ങനെ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ. ഇതിപ്പോൾ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞ് ഇതിൽ പരത്തി വെക്കണം. ഇതേപോലെ ഞാൻ ഒന്നൊന്നും മുട്ടാതെ ഇതിൽ അടുക്കിയിട്ടുണ്ട്. ഇനി എനിക്കിനി ഒന്നും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ അടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ.
ഒന്നിൻ്റെ മുകളിൽ വെക്കാൻ പറ്റില്ല, ഒന്നൊന്ന് വിട്ടിട്ട്, അതായത് മുട്ടിയിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ ഒറ്റയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ ഇനി നമുക്കിതിന് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റാം. ഫസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രിഡ്ജ് തുറന്ന് വയ്ക്കാം. തുറന്ന് വയ്ക്കണ്ട്. രണ്ടാമത്തതും കൂടെ വെച്ച് കൊടുക്കണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ 2 ഡ്രൈ ആയി വെച്ചിട്ടുണ്ട്. 4 കിലോ വാങ്ങിച്ചാണ് വൃത്തിയായി കഴുകി 2 ദിവസം ഉണങ്ങാൻ വെച്ചത്. അതായത് വെയിലത്തല്ല, ഉള്ളിൽ തന്നെ വെച്ച് ഉണക്കി 2 ഡ്രൈയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മുടെ റംബൂട്ടാൻ വെച്ചിട്ട് 12 ദിവസമായി. നമുക്കൊന്ന് നോക്കിയല്ലോ ഫ്രിഡ്ജിൽ. അപ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കാം. ഓ, നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി ഇങ്ങോട്ട് എടുക്കാം. ഈ റംബൂട്ടാനും കൂടി നന്നായി നോക്കിക്കോളൂ. ഇത് നല്ല മധുരം ഉണ്ടാവും. ഇത് അത്ര ഒരു ലേശം പുളിയും മധുരം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, മധുരം ഉണ്ടാകും. ടേസ്റ്റ് ഇതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് റംബൂട്ടാൻ ഇപ്പം ഞാൻ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇതും കൂടി വ്യത്യസ്തം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് എങ്ങനെയുണ്ട് അതൊന്ന് കാണിച്ചു തന്നാലോ. ഇതിൻ്റെ തൊലിൻ്റെ കട്ടി നോക്കിക്കോളൂ. ഇതാ ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പച്ചൻ്റെയും കൂടെ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുമില്ല, വേഗം ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇത്രയും കട്ടിയാണ് ഇതിൻ്റെ വരുന്നത്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ കട്ടി മധുരം ഇതിൽ നിറയുകയുണ്ട്. പക്ഷെ ഇതെല്ലാം ഈ മധുരമുള്ളത് ഇത് വലിച്ചെടുത്തു. അതാണ് ഇതിൻ്റെ പ്രത്യേകത ഞങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. നന്നായി നോക്കിക്കോളൂ. അപ്പോൾ അങ്ങനെ ഇതിൽ നമ്മുടെ റംബൂട്ടാൻ്റെ അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എടുത്ത് പറയാനുള്ള ഒരു കാര്യം നോക്കിക്കോളൂ. നമ്മളിപ്പോൾ ഇത് വെയിലത്ത് വെച്ചുകൂടെ എന്ന് നിങ്ങൾ ചോദിക്കുകയായിരിക്കും. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ജെല്ല് വന്നിട്ട് ഭയങ്കരമായി ചുങ്ങിപ്പോവും. ഇതിൻ്റെ ജെല്ല് ഇപ്പോഴും ഫ്രഷായിരിക്കുന്ന കണ്ടില്ലേ. തൊലി മാത്രമേ ഇതിൻ്റെ ഇത് വരുന്നുള്ളൂ. കണ്ടില്ല. ഇതാണ് ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള. പിന്നെ ഒന്ന് എടുത്ത് പറയാനുള്ളത്, ഈ ഒരു 6-7 വയസ്സായ കുട്ടികൾക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളതിങ്ങനെ കൊടുക്കാൻ പോകുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങും, അതുകൊണ്ടാണ്. പക്ഷെ ഇത് എടുക്കാനും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ജെല്ല് എടുക്കാൻ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് നിങ്ങൾക്ക് ഇതിൽ കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ജെല്ല് ഈസി ആയി കിട്ടുന്നുണ്ട്. ഇതാ ഇത്രയും ജെല്ല് കിട്ടുന്നുണ്ട്. പക്ഷെ പച്ചൻ്റെ ജെല്ല് നമ്മൾക്ക് കിട്ടില്ല. നോക്കിക്കോളൂ. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. വേഗം നമ്മൾക്ക് വഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ വ്യത്യസ്തമായ ടേസ്റ്റ് അറിയാൻ ഞാനിന്ന് ഫൈസലിനെയാണ് വിളിക്കണേ. അപ്പോൾ ഫൈസലെ വരൂ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. പുഷ്പ ചേച്ചി, അപ്പൊ എന്തായാലും ഒരുപാട് ദിവസത്തെ പ്രയത്നമാണ് അല്ലേ? 12 ദിവസത്തെ പ്രയത്നം അല്ലേ? വലിയ പ്രയത്നമൊന്നുമില്ല, ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ഉള്ളൂ, വേറെ പ്രയത്നമൊന്നുമില്ല ഇതില്. ശരി, ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യട്ടെ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ആദ്യം നീ നമ്മുടെ ഫ്രഷ് ഇന്ന് വാങ്ങിക്കൊണ്ടുവന്നത് അത് കഴിച്ചു നോക്ക്. ഇത് ഫ്രിഡ്ജിൽ വെച്ചത് 12 ദിവസത്തെ. പക്ഷെ രണ്ടിന്റെ വലുപ്പം ആദ്യം ഒന്ന് പറയട്ടെ. ഇത് കണ്ടില്ലേ, സെയിം വലുപ്പമാണ് രണ്ടും കേട്ടോ. ഇതാ, അപ്പൊ വലുപ്പത്തില് മാറ്റം വന്നിട്ടില്ല വരില്ല. ഈ തൊലിയിലാണ് മാറ്റം വന്നിരിക്കുന്നത്. തൊലിയിലെ മധുരം മുഴുവനും ഈ ജെല്ലെടുത്തു. അപ്പൊ ഞാൻ ആദ്യം വന്നിട്ട് ഞാൻ ഇന്ന് വാങ്ങിക്കൊണ്ടുവന്നു കഴിക്കട്ടെ. കഴിച്ചു നോക്ക്. ഇത് സാധാരണ എല്ലാവർക്കും അറിയുന്ന ടേസ്റ്റ്, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. മധുരം ഉണ്ട്. ഇനി നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചത്, ഞാൻ വെച്ചത് എങ്ങനെയുണ്ട് 12 ദിവസത്തെ ഫ്രിഡ്ജിൽ വെച്ചത് നോക്ക്. വായിന്ന് എടുക്കാനേ തോന്നില്ല. ഇതിന്റെ 3 ഇരട്ടി മധുരം ഇതിനുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ തന്നെ വയ്യ പറയാം. 3 ഇരട്ടി പറഞ്ഞാൽ 3 ഇരട്ടി മധുരമുണ്ട്. ഒന്നും ഒരു ചവർപ്പോ മറ്റു സംഭവങ്ങളോ ഒന്നുമില്ല പറയാം. എനിക്കും ഇതിന്റെ മുമ്പ് ഇതിന്റെ ടേസ്റ്റ് അറിയില്ല. ഞാൻ എന്ത് കേട്ടി ഇങ്ങനെ കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിച്ചു നോക്കിയപ്പോഴാണ് എനിക്കൊരു വ്യത്യസ്തം. അപ്പൊ എല്ലാവർക്കും അതൊന്നും അങ്ങനെ കാണിച്ചു കൊടുക്കാലോ എന്ന് എന്റെ മനസ്സിൽ തോന്നി. വെയിലത്ത് വെച്ച് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിട്ടാ. പക്ഷെ വെയിലത്ത് വെക്കുമ്പോ ഈ സാധനം വളരെ ചെറുതായി ചുങ്ങി പോവാ. വെയിലത്ത് വെക്കാൻ പറ്റില്ല, ജെല്ല് കുറയും. നമ്മുടെ അതായത് ഫ്രിഡ്ജിൽ സാധാരണ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ജെല്ല് കുറയൂല, എന്നാ തൊലി ഉണങ്ങുകയും ചെയ്യും. തൊലി ശരിക്കും ഈ ചിപ്സ് പൊട്ടുന്ന പോലെ. അതെ.
ഇങ്ങനെ വളരെ വളരെ ഇതുപോലെ ഇത്രയും കട്ടിന്റെ മധുരം ഇത് അങ്ങനെ എടുക്കുകയാണ്. വിറ്റാമിൻസ് കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം. ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ഒരിക്കലും ചെറിയ കുട്ടികൾക്ക് ഇത് എടുത്തിട്ട് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തിട്ട് അതിന്റെ ചെറിയ ചെറിയ അതിന്റെ ജെല്ലെടുത്തിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കരുത്, തൊണ്ടയിൽ കൂടും പറയാ. പിന്നെ വേറെ എന്താ പറയാനുള്ളത്? അത് പറഞ്ഞാൽ ഇതേപോലെയൊക്കെ എല്ലാവരും ചെയ്യുന്ന ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിന്റെ സീസൺ ഇനി ഉണ്ടല്ലോ അല്ലേ? ഇനിയുണ്ട്. ചിലപ്പോഴൊക്കെ ചില സീസണിലൊക്കെ നമുക്ക് ഒരുപാട് 2 മാസത്തോളം ഇതിന്റെ സീസൺ ഉണ്ട്. അപ്പൊ എന്തെന്നായാലും നിങ്ങൾ ഇതിപ്പോ മാർക്കറ്റിൽ അത്രയ്ക്ക് വലിയ വിലയുള്ള സാധനമൊന്നും അല്ല. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വാങ്ങിയിട്ട് ഇതേപോലെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ഡ്രൈ ആക്കി, ഒരു 12 ദിവസം ഡ്രൈ ആക്കി ഇതേപോലെ കഴിച്ചു നോക്കിയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ഇത് ഡയറക്റ്റ് വാങ്ങിയിട്ട് കഴിക്കാൻ നിൽക്കില്ല. അത്രയും നല്ല സാധനമാണ്. പക്ഷെ ഇത് കഴിച്ചു നോക്കുമ്പോൾ നല്ല എനർജി കിട്ടുന്നുണ്ട്. അതാണ് എനിക്കിതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇത്. അതാണ് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയിൽ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെന്താ പറയുക, ഇതേപോലെയൊക്കെ എല്ലാവരും ചെയ്യുന്ന ചെറുതായിട്ട് വിശ്വസിക്കണോ. എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണോ. അപ്പൊ അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.